വളഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, ഉടമണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരദ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരദ. കിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വയ്ക്കുന്നേ. മറ്റൊരു സുന്ദര സായനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗപ്പി എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആ സിനിമയിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദിലീഷ് പോത്തനും സുധീർ കരമനയുമാണ് ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് 2 ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. बचना ऐ हसीनों तो मैं आ गया, ये बचना ऐ हसीनों लो मैं आ गया, हुस्न का आशिक हुस्न का दुश्मन अपनी अदा है यारों से जुदा, बचना ऐ हसीनों लो मैं आ गया, ഏറ്റവും അടുത്ത ദിവസം ഗപ്പി റിലീസാവും. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഗപ്പിയെ കുറിച്ചിട്ടുള്ള? അത് വളരെ നല്ല പ്രതീക്ഷയാണ്. ആണോ? അതുകൊണ്ട് തന്നെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അല്ല, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അപ്പൊ നിങ്ങള് ഒരു ഡയറക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷനിൽ തന്നെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തൂടെ? ഞാനേ നമ്മളിങ്ങനെ ഓരോ ഞാൻ സത്യം പറയാം, ഇല്ല അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എനിക്കും അത് തോന്നി. സത്യമല്ല, പക്ഷേ അഭിനയിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി അതും ശരിക്കും പറ്റുന്നതാണ്, അഭിനയിക്കാൻ പറ്റുന്നു. നല്ല നല്ല ആണ്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു സത്യമായിട്ട് ഡയറക്ടർ ചെയ്തപ്പോഴ് എൻ്റെ ഒരു സീനിയർ ഓഫീസറായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈസ് ദ ആപ്റ്റ് പേഴ്സൺ. അപ്പോൾ വേറൊരാളിനെ ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് പറ്റില്ല എന്നുള്ളത്. നാക്ക് പൊന്നാവട്ടെ. അല്ല, അതൊന്നും അത്ര നാക്ക് പൊന്നാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാര്യം എന്താണെന്നറിയോ, മഹേഷിന്റെ പ്രതികാരം പോലത്തെ ഒരു സിനിമ ചേട്ടൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച മലയാള സിനിമ മഹേഷിന്റെ പ്രതികാരമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് സന്തോഷം. പിന്നെ സിനിമ കുഴപ്പമില്ല പോയി. അപ്പം വളരെ നന്നായി പോയി. എളിമ വേണ്ട കേട്ടോ, എളിമ വേണ്ട. ഇനി അതിനെ കുറിച്ച് പറഞ്ഞു ആൾക്കാരെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. അതിൽ പറയാത്തൊരു കാര്യം ചോദിക്കട്ടെ, മഹേഷിന്റെ പ്രതികാരം എന്നുള്ള ചിത്രത്തിലെ ജിംസണും ജിംസി എന്നുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ പേര് ചേട്ടന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ആണെന്ന് എനിക്കറിയാം. അതാരാന്ന് പറയും? എല്ലാവർക്കും അറിയാതെ. ഇല്ല, കുറെ പേർക്കൊന്നും അറിഞ്ഞൂടാ. ജിംസി എന്റെ വൈഫിന്റെ പേരാണ്. ജിംസി എന്റെ വൈഫിന്റെ ആങ്ങളയുടെ പേരാണ്.
അപ്പൊ സിനിമയെ കുറിച്ച് പറയാട്ടോ ഗപ്പി. അപ്പൊ നമുക്ക് ഗപ്പിയിലേക്ക് വരാം അല്ലേ. ഗപ്പി ഭയങ്കര ജോണാണ് ഗപ്പി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന. ജോൺ എൻ്റെ സുഹൃത്താണ്. പേഴ്സണലി എനിക്ക് സിനിമയിൽ വരുന്ന തുടക്ക കാലഘട്ടം മുതലേ അറിയാവുന്ന, ഭയങ്കര അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിരുന്ന, സിനിമകളെക്കുറിച്ച് എപ്പോഴും വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളാണ് ജോൺ. ജോൺ വന്ന് ഒരു കഥ പറഞ്ഞു, ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജോൺ കഥ പറഞ്ഞു. പക്ഷേ ജോണിൻ്റെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് ഡീറ്റെയിൽസ് ഒന്നും പിന്നെയാണ് ചോദിക്കുന്നത് ഞാൻ. പക്ഷെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഗപ്പി എന്ന് പറയുന്ന കഥ അല്ലേ, ഗപ്പി ഭയങ്കര പിന്നെയാണ് ഞാൻ ഡീറ്റെയിൽസ് അറിയുന്നത്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ സാർ എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറുടെ ക്യാരക്ടറാണ്. വില്ലേജ് ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗപ്പിയുടെ കഥ ഇങ്ങനെ വികസിക്കുന്നത്. ഗപ്പിയും അതായിട്ട് അപ്പം സുധീരേൻ്റെ ക്യാരക്ടറായാലും വില്ലേജ് ഓഫീസിലെ ഒരു ക്ലാർക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് സുധീരേട്ടൻ പറയും. ഈ ഗപ്പി എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനിത് എന്താണ് അപ്പം ഈ ഗപ്പി എന്നുള്ള, കാരണം ഒരു പേര് തന്നെ ഒരു പെട്ടെന്ന് അപ്പോൾ മീനാണെന്നും ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ജോൺ പോൾ വന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു രസം എനിക്ക് തോന്നിയത്. വളരെ വല്ലാത്തൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള, ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് കേട്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ അങ്ങനെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആളുകൾക്കും അങ്ങനെ തന്നെ ഇഷ്ടപ്പെടും തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡബിങ്ങും കഴിഞ്ഞ് ഇതാ വരുന്നു. ഇപ്പോഴത്തൊക്കെ നമുക്ക് ഒരു ഭയങ്കര ത്രില്ലായി തിയേറ്ററിൽ. ഭയങ്കര എനിക്ക് തോന്നുന്നു റീസെന്റ് ഇപ്പൊ ട്രailer ഇറങ്ങി, അത് ഒരുപാട് ആളുകളിലേക്ക് എത്തി. എല്ലാവരും ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഗപ്പി. ഭയങ്കര കളർഫുൾ ട്രെയിലറാണ്. അപ്പൊ പറയട്ടെ, കൈക്കൂലി വാങ്ങുന്ന വില്ലേജ് ഓഫീസറാണ്. ഞാൻ ഒന്നിനും ഇല്ലാത്ത ആളാണ്. അതിൻ്റെയൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട്, സംസാരിക്കട്ടെ അതിനെക്കുറിച്ച്. ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു വില്ലേജ് ഓഫീസർ ഉണ്ടാവും, ഒരുപാട് അസിസ്റ്റൻസും ഉണ്ടാവും. അതിലൊരു അസിസ്റ്റൻ്റാണ് ഞാൻ വില്ലേജ് ഓഫീസിലെ. അപ്പം ഞാനിത് വിവിധ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ജോൺ പോൾ എന്നെ ഏൽപ്പിച്ചത്. ലാലിച്ചൻ എന്ന് പറയുന്ന ഒരു ഓഫീസ് അസിസ്റ്റൻ്റാണ് ഞാൻ. അപ്പോൾ ഈ വില്ലേജ് ഓഫീസുകളിലൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശമ്പളം കൊണ്ട് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്പം ബുദ്ധിമുട്ടുള്ള. അയ്യോ എൻ്റെ ഭഗവാനെ, ഇവർ പറയുന്നുണ്ടല്ലോ, അയ്യോ എൻ്റെ ഭഗവാനെ എനിക്ക് 4 പിള്ളേരാണ് എന്ന് പറയുന്ന ഒരു പാപം ലാലിച്ചനെയാണ് ഞാൻ അതിനെക്കുറിച്ച്. ലാലിച്ചന് 4 പിള്ളേരുള്ളതുകൊണ്ട് എല്ലാവരും ലാലിച്ചന്റെ കാര്യങ്ങൾ നാട്ടുകാരെല്ലാവരും നോക്കണം എന്ന ആറ്റിറ്റ്യൂഡ്. വരുമാന സർട്ടിഫിക്കറ്റിന് വരുന്നവനും ലാലിച്ചന്റെ 4 പിള്ളേരുടെ ഉത്തരവാദിത്തത്തില്. എനിക്ക് സുധീരനോട് ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് അറിയോ? ഈയിടെ, അതായത് ഇപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കാരണം ഏതെങ്കിലും സിനിമകൾ, പുള്ളിയില്ലാത്ത സിനിമകളില്ലല്ലോ. സുധീർ കരമന ഉള്ള സിനിമ, സുധീർ കരമന ഇല്ലാത്ത സിനിമ. അതാണിപ്പോ മലയാള സിനിമയുടെ അവസ്ഥ. ജീവിച്ച് പൊയ്ക്കോട്ടെ. ഞാനേ മഹേഷിന് ഒരു പരസ്യം കൊടുത്താലാന്ന് ആലോചിച്ചായിരുന്നു. സുധീർ കരമ ഇല്ലാത്ത ചിത്രം. ധൈര്യമായി കയറൂ. അല്ല, അത് കൊടുത്തോട്ടെ. അടുത്ത പടത്തിൽ സുധീർ കരമന ഉള്ള സിനിമ, എല്ലാത്തരം സിനിമകളും ഞാൻ ചെയ്യും. സുധീർ കരമ ഉള്ളത്. അല്ല, അപ്പോ റീസെന്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? ഈ മനുഷ്യൻ ലീഡ് റോൾ ആയിരിക്കില്ല ചെയ്യുന്നത്. നമുക്ക് പറയുന്ന സ്ക്രിപ്റ്റുകളൊക്കെ ഈ ചങ്ങായി ഉണ്ടാവും. അപ്പൊ ഈ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് എന്താണെന്ന് അറിയോ? നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആവും. അല്ലെങ്കിൽ എല്ലാ സീനും എങ്ങനെ എൻഗേജിങ് ആക്കാം. കാര്യം ഈ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? പുള്ളി വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ ഒക്കെ വായിക്കുമ്പോൾ ആക്ടേഴ്സിന്റെ ലിസ്റ്റ് ഫസ്റ്റ് പുള്ളിയുടെ പേരിടും. ഈയിടക്ക് കരിങ്കുന്നം സിക്സസിന്റെ റിവ്യൂ ഞാൻ വായിക്കുക. അപ്പൊ അതിലും മൊത്തം എഴുതി കഴിഞ്ഞിട്ട് ആ മൊത്തം സിനിമയുടെ ഏറ്റവും നല്ല ഒരു ഘടകം സുധീർ കരമനയുടെ പെർഫോമൻസും പ്രസൻസും ആണെന്ന് എഴുതി. അതെ അല്ലേ? ഈ ഗപ്പി കഴിയുമ്പോഴേ, ഗപ്പിയുടെ റിവ്യൂ വരുമ്പോഴും സുധീർ കരമന കൊണ്ടുവന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അമ്മാതിരി പെർഫോമൻസ് ആണ് ചേട്ടൻ. സന്തോഷമാണ്. കഥാപാത്രങ്ങൾ കിട്ടുന്നതിലാണ് സന്തോഷം. അതെ. ദിലീഷന്റെ ഇപ്പൊ മൊത്തം എത്ര പടത്തി ഈ ചങ്ങായി സെഞ്ചുറി അടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എത്രയായി? 96. ദിലീഷേട്ടൻ എത്രാമത്തെ പടം? എനിക്ക് കൃത്യം അങ്ങനെ എണ്ണം അറിയില്ല, എന്നാലും ഒരു 15 എണ്ണം ഒക്കെ ആയിട്ടുണ്ടാവുമായിരുന്നു. അതെ, ഇത് ഏറ്റവും അടുത്ത് ഉള്ള വാർത്ത. അമൽ നീരദ്, അമലേട്ടന്റെ സിനിമയിൽ അതായത് ഏറ്റവും ലെങ്തി ഒരു മേജർ ക്യാരക്ടറൊക്കെ ചെയ്ത് പുള്ളി പതുക്കെ മാറി നിൽക്കണതാണ്. അതൊന്നും ആരെ അറിയിക്കാണ്ട് നമ്മളെല്ലാം അറിയണ്ട് അല്ലേ ചേട്ടാ? അതെ. അപ്പൊ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞു കേട്ടോ. ഇനി എന്താണ് ഒരു സംവിധായകനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, അടുത്ത സിനിമയുടെ ആലോചനയിലാണ്. അതിന്റെ എഴുത്തിലാണ്. ആണോ? ആരെഴുതുന്നത്? എഴുതുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്, സജീവ് എന്ന് പറഞ്ഞിട്ട്. സുഹൃത്ത് എഴുതുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ ഒന്ന് ഫൈനലാകാനുണ്ട്. അതുകൊണ്ട് കാസ്റ്റിംഗ് ഒക്കെ ആയി വരുന്നു. അല്ല, അത് നമ്മൾ ചിലതൊക്കെ നമ്മളടുത്ത് പറയാതെ പറ്റില്ലല്ലോ. എഴുതി ആലോചിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. സാധനം പറ്റും. അതല്ലേ?
നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒരു ചാൻസോ അങ്ങനെ അവസരം എന്തെങ്കിലും ഒരു കൊടുക്കോ? പെൺകുട്ടിക്ക് എന്തോ അവസരം ഓഡീഷൻ അങ്ങനെ എന്തെങ്കിലും സംഭവം ഒത്തിരി ക്യാരക്ടേഴ്സിന് അവസരമുണ്ട്. ഉണ്ടോ? അല്ല അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഒരു പെൺകുട്ടിയുടെ ഒരു കാസ്റ്റിംഗ് ഉണ്ട്. ലീഡ് റോൾ മുതലുള്ള 1-2 പെൺകുട്ടികളുടെ കാസ്റ്റിംഗ് ഒക്കെ ആവാനുണ്ട്. എല്ലാം പുതുമുഖങ്ങളാണോ ഈ ചേട്ടാ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് 2-ലത്തെ ആരെങ്കിലും ഇവിടെ ഒരുപാട് നല്ല പെൺകുട്ടികളൊക്കെ കഴിവുള്ള ആരെങ്കിലും ഒരാള് അല്ല 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 കുഴപ്പമില്ല, ഇവിടെ നല്ല നല്ല ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടൻ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഓഡീഷൻ വെക്കാം. ഇവിടെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ വരാം. നമുക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടോ? അതുകൊണ്ടല്ലോ നല്ലൊരു കൈ ഉയർത്താം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. എന്താ പറയാ, ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിൽ ഒരു ഭാഗമാവാൻ പറ്റാന്നുള്ളത്. മഹേഷിന്റെ പ്രതികാരത്തിന്റെ സംവിധായകന്റെ അടുത്ത സിനിമയിൽ ചരിത്രത്തിന്റെ ഭാഗമാവാൻ കോമഡി സൂപ്പർ നൈറ്റ് പേരെന്താ? അഭിനയം ഇപ്പുറത്ത് നിൽക്കൂ. അതിന് ഓഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാരക്ടേഴ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ആ ക്യാരക്ടറിന് പറ്റുന്ന ആക്ടേഴ്സിനെ തപ്പിയെടുക്കുന്ന പ്രോസസ്സാണ്. അല്ല ഞാനിപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ആപ്റ്റായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും. ഓഡിഷന്റെ മുഴുവൻ ഡീറ്റെയിൽസും ലക്ഷ്മി മേനോൻ ഇപ്പൊ തരുന്നതായിരിക്കും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്വാശ്രമത്തിലെ ശകുന്തളയും ദുഷ്യന്ത മഹാരാജും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ ഈ കുട്ടി ആ ഒരു പാട്ടിൽ എൻട്രി വരുന്നു, നിങ്ങൾ തമ്മിലൊരു സംഭാഷണം ഉണ്ടാവും. അങ്ങനെ നമുക്ക് തുടങ്ങാം. അപ്പോൾ റെഡി സർ, റെഡി അല്ലേ? ക്യാരക്ടറിൽ എത്തിയില്ലേ സുധീരേട്ടൻ? ക്യാമറ റോളിംഗ്, റെഡി, ആക്ഷൻ. പ്രാണനാഥ, എന്നെ മനസ്സിലായില്ലേ? നീ ആരാ? ഞാൻ കണ്ണാശ്രമത്തിലെ ശകുന്തള. കന്യാസ്ത്രീ മഠത്തിലെ കണ്ണാശ്രമത്തിലെ ശകുന്തള. കണ്ണാശുപത്രിയിലെ കണ്ണാശ്രമത്തിലെ ശകുന്തള. ഓ ശകുന്തള. എന്നിട്ട് കാലിലെ ബബിൾക്കൽ വല്ലതും കൊണ്ടോ? ബബിൾക്കൽ വല്ലതും കൊണ്ടോ? ഇല്ല. പിന്നെ കാല് പൊക്കിയേ? അടിപൊളി അടിപൊളി അടിപൊളി. നിങ്ങളൊക്കെ റൊമാൻസ് പോയായിരുന്നു, കുറച്ചും കൂടെ ഒരു കുറച്ചുകൂടെ. അല്ല ഞാൻ പറയുന്നത് ഒന്നും കൂടെ വാ, കറക്റ്റ് അതാണ്. ഒന്നും കൂടെ വാ. അപ്പോൾ ഓക്കെ, ഓക്കെ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ അല്ലേ? കേൾക്കട്ടെ, പിന്നെ ഒന്ന് കേൾക്കട്ടെ. പ്രാണനാഥ, എന്നെ മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ചന്തയ്ക്ക് പോകുമ്പോൾ പറയുന്ന പോലെയല്ലോ നമ്മൾ നേരെ ഇവിടെ. ഈ പ്രാണനാഥ എന്ന വിളിയിലേ ഞാൻ ഒരു ഓട്ടം നമുക്കിങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പ്രാണനാഥനാന്ന് തോന്നണം. അങ്ങനെ നോക്കിയിട്ട് പ്രാണനാഥ, ഇങ്ങനെ എന്നെ ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെ പ്രാണനാഥ നിനക്കെന്നെ അയ്യോ മനസ്സിലായി. ഇത് പടം അതെ, ഞാൻ ആ കൊച്ചു കാണിച്ചു കൊടുത്തല്ലേ, അതൊരു തെറ്റാണോ? ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സിനിമക്ക് സർട്ടിഫിക്കേഷൻ പണിയാവും. വരുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വരിക. വേറെ ആരും ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കണ്ട, ആരെയും നോക്കണ്ട. ഇവിടെ ദുഷ്യന്ത മഹാരാജാവ് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും, എന്നിട്ട് പറയണം പ്രാണനാഥ, എല്ലാ സ്നേഹത്തോടും കൂടി വിളിക്കണം. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ കോൺഫിഡൻസ് ഉണ്ടാവണം. കണ്ണിൽ തന്നെ നോക്കുക, വേറെ എങ്ങോട്ടേക്കും നോക്കണ്ട. അങ്ങനെ നിന്നിട്ടൊന്ന് പെർഫോം ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഇത്ര സ്പീഡ് വേണ്ട മോളെ ഡയലോഗ് പ്രസന്റേഷന്, പതുക്കെ പറഞ്ഞാൽ മതി. സുധീരേട്ടൻ ഓക്കെ അല്ലേ? റെഡി 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 ഫീൽ ഇല്ലേ? റെഡി, ആക്ഷൻ. പ്രാണനാഥ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ആരാണ്? ഞാൻ കണ്ണാശ്രമത്തിലെ ശകുന്തളയാണ്. കന്യാസ്ത്രീ മഠത്തിലെ കണ്ണാശ്രമത്തിലെ ശകുന്തള. ഇല്ല, മനസ്സിലായില്ല. എന്തു പറ്റി? ബബിൾക്കമോ? കല്ല് എന്താ ഇത്? അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഈ കുട്ടിയുടെ പെർഫോമൻസ്? ആദ്യം പറയട്ടെ. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊണ്ടുവരാൻ തോന്നുന്നു അല്ലേ? വളരെ നന്നായിരുന്നു തീർച്ചയായിട്ടും. ഗുഡ് ഗോയിങ് ഗുഡ്. കുറച്ചുകൂടി പ്രായമുള്ള ശകുന്തളമാരുണ്ടോ? അപ്പൊ പ്രായമുള്ള ദുഷ്യന്തനും ഉണ്ടോ? വരില്ലേ? ലക്ഷ്മി അഭിനയിക്കാൻ താല്പര്യമുള്ളവർ മാത്രം. പക്ഷെ എനിക്കൊരു അഭിപ്രായമുള്ളത് എന്നാണെന്നറിയോ? ഒറ്റ കാര്യം, ഇത്തവണ മഹാരാജാവായിട്ട് വിനയ് അഭിനയിക്കണം എന്നാണ് എൻ്റെ അല്ലെങ്കിൽ അത് വിനയ്ക്ക് ഒരു മനസ്സിന് വിഷമായിട്ട് എനിക്ക് മനസ്സിന് വിഷമം വേണ്ടാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം തന്നാ മതി അല്ലേ? എന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ വെച്ചിട്ട് രാജാവ് പിടിക്കാൻ പറ്റുമോ? പിന്നെന്ത് വിനയ് അങ്ങനെ പറയരുത്. നല്ലൊരു ആക്ടർക്ക് ഏത് ക്യാരക്ടർ പിടിക്കാം. ശകുന്തള, പേരെന്നെ ശകുന്തള. തൊടുപുഴയിലുള്ള ഫാരിസയാണ് അടുത്തതായി ശകുന്തളയെ വരാൻ പോകുന്നത്. റെഡി? വിനയ് ക്യാരക്ടറിലെത്തിയോ? അതെ റെഡി.
അത് ഇപ്പൊ കണ്ടറിയാം. റെഡി, ആക്ഷൻ. एक दुष्यंत उन शकुंतला तेरी बंदा एक दुष्यंत ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ വിനയിനെ കണ്ടപ്പോ പെട്ടെന്ന് ദുഷ്യന്തനെ ഫ്രണ്ടിൽ കണ്ട പോലെ. അതല്ല പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കണ്ട വരണുണ്ടോ. റെഡി, ആക്ഷൻ. एक दुष्यंत उन शकुंतला तेरी बंदा एक दुष्यंत എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശകുന്തള. ആര്? ശകുന്തള. എന്തായിരുന്നു പേരെന്തായിരുന്നു? പാരിസ. എന്നോട് പേര് ചോദിച്ചിട്ടല്ലേ? കുഴപ്പമില്ല. ആൾമാറാട്ടം പോലീസ് പിടിച്ചിട്ടു. അല്ല എന്നോട് പേര് ചോദിച്ചിട്ടല്ലേ? പേര് കഥാപാത്രത്തിന്റെ ഒരു ശകുന്തള എന്നല്ലേ? ക്യാരക്ടർ വിട്ടുപോയി. വരട്ടും ഇത് സ്ഥിര സ്വഭാവ വരട്ടും അല്ലൊന്നും വീഴരുത്. ഇല്ല, ലൈക്ക് നന്നായിരുന്നു. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മുടെ ഈ സെഷനിൽ 2 ശകുന്തളമാര് വന്നു. ദിലീഷ് ചേട്ടൻ 2 പേരെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കഥാപാത്രമായിട്ട് ഏതെങ്കിലും തരത്തിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദിലീഷ് ചേട്ടൻ എന്തായാലും വിളിക്കും, ആലോചിക്കാം. തീർച്ചയായിട്ടും. പിന്നെ ദിലീഷ് ചേട്ടനെ കുറിച്ച് വേറൊരു കാര്യം, ഞാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പം 2 സിനിമകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് മോസ്റ്റ് വോണ്ടഡ് അസോസിയേറ്റ് ഡയറക്ടറാണ് ഇദ്ദേഹം. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്നറിയോ? ഇദ്ദേഹം സ്വയം ഒരു ആക്ടർ ആയതുകൊണ്ട് പുള്ളി തിയേറ്ററിൽ MA ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. മറ്റേ നമ്മുടെ വിജിലേഷിന്റെ ജൂനിയറാണ്. അതെ. അപ്പൊ അതുകൊണ്ടിട്ട് ആക്ടേഴ്സിനെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലോ, ആക്ടേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുക, ആ ഏരിയയിൽ ഭയങ്കര ഷാർപ്പാണ് പുള്ളി. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി മോസ്റ്റ് വോണ്ടഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്. ആയിരുന്നു, ഇനിയല്ല. ഓക്കെ. ഇത്ര കോമഡി സൂപ്പർ നൈറ്റ് 2 ഉണ്ട്. നമ്മുടെ കോമഡി ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ഭയങ്കര രസമായിട്ടുള്ളൊരു സ്കിറ്റ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഗസ്റ്റ് സിറ്റി പോയിരുന്നിട്ട് കണ്ടാലോ? അല്ലേ? നാടായാലൊരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ. നമസ്കാരം. എല്ലാം വൃത്തിയാക്കി ഇട്ടല്ലോ. PTA മീറ്റിങ്ങിന് എല്ലാവരും വന്നിട്ടുണ്ട്. HM എന്ന നിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് HM എന്ന നിലയ്ക്ക് PTA മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ റെഡിയായോ? പെണ്ണ് കാണാൻ നിൽക്കുന്നതല്ല, PTA മീറ്റിംഗ് ആണ്. മുൻ PTA പ്രസിഡന്റ്. നമസ്കാരം. ഇരിക്കൂ. ടീച്ചറുടെ മോൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ടീച്ചർ ഖജാൻജി. നമസ്കാരം. ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് എവിടെ? അവന്റെ കാര്യം എന്റെ അടുത്ത് മിണ്ടി പോലും. ഇതിപ്പോ നമ്മൾ PTA പ്രസിഡന്റ് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തുടങ്ങുന്നത് നമ്മൾ കൃത്യമായി തുടങ്ങുന്നുണ്ട്. തുടങ്ങിയായിരുന്നു മീറ്റിംഗ് തുടങ്ങിയായിരുന്നു. ടിപ്പർ ഇടിച്ച് കയറിയിട്ടുണ്ട് സ്കൂളില്. PTA മീറ്റിംഗ് തുടങ്ങിയില്ലായിരുന്നോ? എന്റെ ഇവിടെയാണ് കൊണ്ടത്. ആന കരിമ്പും കാട്ടി കയറിയ പ്രതീതിയായിരുന്നു. ടീച്ചർ ഇവിടെ നടുവിന്റെ നക്കറക്കണ്ണിയാ പോയെ. ഒരു ഉത്തരവാദിത്വം കൃത്യ സമയത്തിന് ഈ PTA പ്രസിഡന്റ് ഒരു മീറ്റിംഗിന് വന്നിട്ടില്ല ഇവിടെ. നിങ്ങളുടെ മോനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല, അല്ലേലും അനുസരണ ഇല്ല. ഡെയിലി HM കാണുമ്പോ എന്റെ മുഖത്തോക്കി നീ ആരുടെ HM, നിനക്കെന്താ കാര്യം HM, നീ പോടാ HM എന്ന്. പയ്യനല്ലേ HM കയറി അളിയാന്ന്. ഇവിടെ കാലം പോയപ്പോ വിത്ത് ഗുണം 10 ഗുണം. എവിടെ വിത്ത് കൊടുക്കുന്നു? കീര വിത്തിരിക്കുന്നു ഇവിടെ. കീര വിത്ത് കൊണ്ടുവന്നിട്ടില്ല ചെറുക്കൻ ഇതുവരെ. ഇയാളെ കാരണ PTA പ്രസിഡന്റ് ആക്കിയത് ഇവിടെ. എനിക്ക് കാര്യം പറയാം. എന്താ ഈ സ്കൂളിന് ഉത്തരവാദിത്തം ഇല്ല. ആ പ്രോഗ്രസ് കാർഡ് ഞാൻ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സ്കൂൾ. താങ്കൾ വരുമെന്നും എനിക്കറിയാമായിരുന്നു. ആ പ്രോഗ്രസ് കാർഡ് നനഞ്ഞു കുളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മോന്റെ നിങ്ങളുടെ ഈ മഴയത്ത് ഈ കാലാവസ്ഥയിൽ ഈ മഴ നനയാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചൂടെ പ്രോഗ്രസ് കാർഡ്? അയ്യോ, ഇത് മഴ നനഞ്ഞല്ല. പിന്നെ അവന്റെ മാർക്ക് കണ്ട് കരഞ്ഞെറിഞ്ഞ് എന്റെ കണ്ണീര് വീണ് മഷി വളർന്നു. അവന്റെ മോന്റെ പേരെന്നാ? ജെയിംസ് ബോണ്ട് എന്നാണോ? അല്ല, ജെയിംസ് ബോണ്ട് എന്ന് എഴുതി പേരെഴുതി കഴിഞ്ഞ് 007 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. മാർക്കാണോ?
ഇതും ഞാൻ ഉള്ളത് പറയാല്ല. ഇതൊരു PTA മീറ്റിംഗ് ആണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടോ സാറേ? എന്താ അല്ല, പതിവില്ലാതെ ഇന്ന് രക്ഷകർത്താക്കളെല്ലാം കൂടിയിട്ടുണ്ട്. ബിരിയാണി ഒന്നുമില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഈ അധ്യയന വർഷത്തെ അധ്യാപക വൃത്തിയെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടിരിക്കും. എനിക്കും പറയാനുണ്ട്. അധ്യാപകർക്കാണ് ആദ്യം വൃത്തി വേണ്ടേ. ഇവിടെ ഇരിക്കുന്ന ഏത് അധ്യാപകനുണ്ട് വൃത്തി? ചുമ്മാ ആരെയും വലിച്ചു കയറ്റി ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പോരും. ആദ്യം നിങ്ങൾ വൃത്തി ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വൃത്തി ഉണ്ടാക്കാൻ. സത്യം പറയല്ലേ, ഇതിനൊക്കെ വല്ല ഊളം മാറി കൊണ്ടുവരാം. ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്ക് നോക്കിയിട്ട് മതി മീറ്റിംഗ്. അത് ശരിയാണ്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ 1 ലക്ഷം രൂപയ്ക്ക് എന്ത് മേടിച്ചു എന്ന് എനിക്കറിയണം. 1 ലക്ഷം എന്ത് കണക്കിന് 1 ലക്ഷം രൂപയ്ക്ക് ഈ സ്കൂളിലേക്ക് ഒരു സാധനം മേടിച്ചത് എന്താണെന്ന് നിങ്ങൾ എന്താണ് തെളിവ് ഉദ്ദേശിച്ചത്? ഞാൻ കണ്ടു. എന്താണ്? 12 ഈർക്കുള്ള ഒരു ചൂല് മേടിച്ചതിന് ഈ 1 ലക്ഷം രൂപ എഴുതി വെച്ചേക്കും. 1 ലക്ഷം രൂപ? 1 ലക്ഷം രൂപ എങ്ങനെയെന്ന് ഞാൻ പറയാം. ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് വാ. നിങ്ങൾ കേൾക്കണം. ഇത് മീറ്റിംഗ് പൈസ തന്ന കാര്യങ്ങൾ ചൂൽ എങ്ങനെ ഉണ്ടാകുന്നെന്ന് ഈ പട്ടിയോട് ഞാൻ ചോദിക്കട്ടെ. എടാ, ഈ ഈർക്കിൽ എവിടുന്നാണ്? എവിടുന്നാണ്? ഓലയെന്ന്. ഓല എവിടെ ഇരിക്കുന്നത്? തെങ്ങില്. തെങ്ങിൽ എങ്ങനെ കയറി ഓല വെട്ടും? തേങ്ങ പിരിക്കുന്നതും കയറണം. അവനെ ഇവിടെ ഇന്നത്തെ കാലത്ത് തേങ്ങ പിരിക്കാൻ ആളെ കിട്ടുമോ? ഇല്ല. കേക്കേ, ഞാൻ അന്ന് കഴിഞ്ഞിട്ട് തെങ്ങ കയറുന്ന ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ചെന്നു. അവന്റെ കയ്യും കാലും പിടിച്ച് ഞാൻ തെങ്ങ കയറ്റി കഴിഞ്ഞ് ഓല വെട്ടാൻ അവൻ വാക്കത്തി എടുത്ത് വെട്ടിയത് ലൈൻ കമ്പിയാല്. ആ പുല്ലന്റെ മോൻ അന്നേരെ നിലത്ത് താഴെ വീണ് മരിച്ചുപോയി. അവന്റെ കുടുംബത്തിന്റെ ശവമടക്കും കാര്യങ്ങൾക്കും എല്ലാം 10,000 രൂപ കൊടുത്തു. PTA വണ്ടി കൊടുക്കണം. പിന്നെ ഇവിടുത്തെ ചൂലട്ടക്കാരല്ലേ അവൻ ഓല വെട്ടാൻ കയറി. അത് കഴിഞ്ഞിട്ട് അവന്റെ മക്കളെ ഹോസ്റ്റലിൽ എങ്ങാണ്ട് ചേർത്ത് അതിന് കൊടുത്തെല്ലാം കൂടെ 1 ലക്ഷം രൂപ. പിന്നെ കീറി പറഞ്ഞ് അവന്റെ കുടുംബം ഇങ്ങനെ നശിച്ചു കിടക്കുമ്പോൾ അവന്റെ പെണ്ണും പിള്ളയാണെങ്കിൽ ഒന്നും ഉടുക്കാനുമില്ല. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു കഴിഞ്ഞ ഓണത്തിന് കൊണ്ട് ഒരു സാരി കൊടുത്തു. അവൾ ഓർക്കുക പുടവ തന്നു പറഞ്ഞുകൊണ്ട് അവൾ എന്റെ കൂടെ വീട്ടിൽ വന്ന്, അറിയാമോ, എന്റെ പെണ്ണുമ്പിള്ളയുടെ അപ്പുറത്ത് അവള് വേറൊരു മുറിയിൽ എന്റെ ഭാര്യയായിട്ട് അവള് കഴിയും. അതൊക്കെ പോട്ടെ. അവളവിടെ നിൽക്കുന്നതിന് നിനക്ക് തൂക്കട ഒന്നാം മഴ സമയം. അത് പോട്ടെന്നല്ല, എനിക്കൊരു കാര്യം. നീ പോകാൻ വരട്ടെ. ഇത് കഷ്ടമാണ് കേട്ടോ. ഇത് അത് PTA ഫണ്ടിൽ നിന്ന് ഞാനൊരു എച്ചമാറ്റി ഞാനിത് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടല്ലേ? നിങ്ങൾ സർക്കാരിനെ കൂടെ ബോധിപ്പിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യമോ 5 കാര്യമോ പെട്ടെന്ന് പറ. 5 മണിക്ക് നമ്മുടെ ഈ സ്കൂളില് പഠിത്തത്തെക്കാൾ കൂടുതൽ കലാപരമായിട്ട് കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ വികസനത്തിന് വേണ്ടി കഴിവ് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഒരു സാറിന് വേണമെന്ന് 5 വർഷത്തെ മീറ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു ബയോഡാറ്റ വാങ്ങിച്ചു വെച്ച ഒരാളെ ഞാൻ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അയാൾ വരുമ്പോ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഡാൻസ് മാസ്റ്റർ വരുന്നുണ്ട്. ഡാൻസ് മാസ്റ്റർ ഒന്ന് മാറ്റി എന്താ പേര്? ഫ്രെഡി കുരുവിള. ഷഡ്ഡി കുരുമുളക്. ഫ്രെഡി കുരുവിള. ഓ, ഫ്രെഡി കുരുവിള. ഇപ്പൊ തന്നെ എല്ലാവരും പരിചയപ്പെടാൻ ഇരിക്കുകയാണ്. ഇതാണ് കുട്ടികളുടെ അച്ഛനും. അപ്പൊ നമുക്ക് കുട്ടികളെ വിളിച്ചങ്ങ് തുടങ്ങിയാലോ? കുറെ കുട്ടികൾ. അയ്യോ, കുട്ടികളല്ല. പിന്നെ ഫസ്റ്റ് ഈസ് സെക്കൻഡ് ഈസ് കുട്ടികൾ. സ്റ്റുഡൻസ്. കുട്ടികൾ ആദ്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് രക്ഷകർത്താക്കളെ പഠിപ്പിക്കണം. രക്ഷകർത്താക്കൾ അത് പഠിച്ചതിന് ശേഷം വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. ഓക്കെ, ആദ്യം നമുക്ക് സിനിമ ഡാൻസ് പഠിക്കാം. സിനിമ ഡാൻസ്. 3 വാക്ക്. തറ പന പറ. 3 വാക്ക് പഠിക്കാം. 3 വാക്കല്ല, 3 വാക്ക്. സിനിമാറ്റിക് ഡാൻസിലെ 3 വാക്ക്. 3 വാക്ക്. നോക്കൂ. ഓക്കെ. നിങ്ങളും ചെയ്യൂ. ഞാനോ? 3 വാക്ക്. ഒന്ന് മാറി കൊടുക്കും. തൊട്ടു തറ ഇട്ടോളൂ. ചാണകം തേക്കുമ്പോൾ തേക്കാനല്ല പറഞ്ഞത്. 3 വാക്ക്. Go outside. Get out. Come on. നിങ്ങളും ചെയ്യൂ. മ്യൂസിക് എന്നിടൂ. ശരിയല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ തുണി ഒന്ന് പൊക്കോ. പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഇതെന്താ? ഇതിങ്ങനെ തറയിലിടും. എന്നിട്ട് ഇതിന്റെ പുറത്ത് കയറി. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. മ്യൂസിക് ബാക്കിലോട്ട് ചവിട്ടി തുടങ്ങണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ. കയറിക്കോളൂ. മ്യൂസിക് ചവിട്ടി തുടങ്ങി. അത് ശരിയാവുന്നുണ്ട്. ഓക്കെ. ഈ തുണി ഇല്ലാതെ ചെയ്യണം. ഓക്കെ, ഓക്കെ. മ്യൂസിക്.
കത്രീന പഠിച്ചു വളരെ കുട്ടിയെ പഠിപ്പിക്കണം വീട്ടിൽ പോയി കേട്ടോ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ സ്കൂൾ വളർന്നു വരട്ടെ. സെക്കൻഡ് ഈസ് ക്ലാസിക്കൽ. എല്ലാവരും ക്ലാസ്സിൽ പൊയ്ക്കോളൂ. ക്ലാസ്സിൽ ക്ലാസ്സിൽ പോകാൻ ക്ലാസിക്കൽ. ക്ലാസിക്കൽ ക്ലാസിക്കൽ ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഒരു പരിവായിട്ടുണ്ട്. ആണോ? കുച്ചിപ്പുടി. കുച്ചിപ്പുടി. ഈ സകലകല വല്ലപ്പോഴാണല്ലോ ക്ലാസിക്കൽ പഠിപ്പിക്കുക. സിനിമ ഡാൻസ് മാത്രം. പുള്ളിയുടെ മോക്ക് കുച്ചിപ്പുടി. എന്തിനാ ഇതിനകത്ത് കയറി നിന്ന് എനിക്ക് ഡാൻസ് കളിക്കാൻ പഠിപ്പിക്കും. കുച്ചിപ്പുടി. അതെ, ഇതിനകത്ത് കയറി നിന്ന്. അതെ. നിന്റെ തള്ളവിളതിനകത്ത് കൊള്ളൂടാ. നിന്റെ ഈ തള്ളവിളതിനകത്ത് കൊള്ളൂടാ. നീ നെല്ല് പിടിച്ചു. അല്ല കറക്റ്റാ. ഇതാണ് നിനക്ക് പറ്റിയത്. ഇതിനകത്ത് നിന്ന് നീ ചവിട്ടി കയറി. ഇതിനകത്താവുമ്പോൾ നിനക്ക് കുളിക്കാം, കിടക്കാം, പെടുക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ. എനിക്ക് കരകാട്ടം പഠിക്കണമെന്ന് പറഞ്ഞാൽ നീ എന്റെ തലയിൽ വലിയ കുട്ടകം വെച്ച് കെട്ടുമായിരിക്കുമല്ലോടാ. മൂന്നാമതായിട്ട് എന്തോന്ന് നമ്മൾ പാട്ട് പാടാൻ പഠിക്കുന്നു. ആര് പാട്ട് പഠിപ്പിക്കും? ഞാൻ പഠിപ്പിക്കും. സകലകല അങ്ങനെ ആയിപ്പോയി. പാട്ടുണ്ടോ? Yes. ഈ കുട്ടിക്കാണ് പാട്ടിന്റെ ആവശ്യം. പാട്ടിന്റെ ആവശ്യം. കുട്ടി വരൂ. കുട്ടി വരൂ. വരുമോ? പാട്ട് പാട്ട് പഠിക്കാം. ഈ കുട്ടിക്കാണ് സാറ് നന്നായിട്ട് പഠിപ്പിക്കും. തൊട്ടൊഴു. ഓക്കെ. ഏത് ലളിതഗാനമാണോ സിനിമ പാട്ടാണ്? രണ്ടുമല്ല. ഓക്കെ. ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു പാട്ട്. ഓക്കെ. നിമിഷം സുവർണ്ണ നിമിഷം ഞാൻ കണ്ട നിമിഷം തരൂ എനിക്കു തരൂ. ഇനി നീ പാടിയ ഒരൊറ്റ അടിക്ക് നിന്നെ ഞാൻ കൊല്ലും. തരണോ? ഇല്ല. തരണോടാ? വേണ്ട. ഇപ്പൊ ഒരു കൊലപാതകം നടക്കും. സാർ അയ്യോ ഞാൻ മീറ്റിംഗ് ഇപ്പോഴങ്ങോട്ട് തുടങ്ങിയുള്ളൂ. ആണോ? അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ എല്ലാം ഭംഗിയായിട്ട് നടന്നു. സാറിന്റെ പിള്ളേർ നല്ലവണ്ണം പഠിക്കുമെന്ന് എച്ചം എന്നോട് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഉള്ളത് പറയാലോ ഉത്തമ സാറേ. കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പൊ PTA മീറ്റിംഗ് വരാൻ താമസിക്കുന്ന ഞങ്ങൾ കുറെ തീരുമാനങ്ങൾ എടുത്തു. അയ്യോ എല്ലാ തീരുമാനങ്ങളും ഞാനില്ലാതെ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തേ? അയ്യോ എന്റെ കണക്കും കാര്യങ്ങളും എല്ലാം പാസ്സാക്കി തന്നു. പിന്നെ ഞാൻ പറയുന്നത് ഈ വരുന്ന യൂത്ത് ഫെസ്റ്റിവലിന് ഒരു സാറ് നമ്മൾ ഏർപ്പാടാക്കി എല്ലാം പഠിപ്പിക്കാനായിട്ട്. എന്തിന്? ഈ കലാപരമായിട്ടെല്ലാം പഠിപ്പിക്കാനായിട്ട്. കലാപരമായിട്ട് എന്റെ മോനും ഭയങ്കര താല്പര്യമോ കലാപരമായിട്ട്. ആ സാറിനെ എനിക്കൊന്ന് കാണണമല്ലോ. ഫ്രെഡി സാറേ ഇങ്ങോട്ട് വന്നു. ഇത്ര നേരം ഓ ഇവിടെ മിമിക്രി പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഈ സൈക്കിളിൽ നിന്ന് വീണ് താടിയല് പൊട്ടിയ മോഹൻലാലൊക്കെ നിൽക്കുന്നു. അല്ല അതല്ലത്. പിന്നെ സാറിന് ഇത്ര നേരം കുഴപ്പമില്ലല്ലോ. എന്തു പറ്റി? അല്ല ഈ മോഹൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സാറേ ഈ പുള്ളി എവിടുന്നാ കൊണ്ടുവന്നേ? ഇത് നമ്മൾ ഇന്നലെ വന്നിരുന്നു, ബയോഡാറ്റ തന്നു, ഇന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആണോ? പക്ഷെ ഞാനൊരു ഒരാഴ്ചക്ക് മുമ്പ് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ ഒന്ന് നോക്കട്ടെ. ഒരാഴ്ച മുമ്പ് പൊറിഞ്ചു 8 പേരെ പിടിപ്പിച്ച പൊറിഞ്ചു. നാട്ടിക്കരുത്. അതെ 5 അച്ഛനെ ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്. വീട്ടിൽ തന്നെ ഇപ്പൊ 2 ഉണ്ട്. വീട്ടിൽ 2 ഉണ്ട്. യവനെ ഇവിടെ എന്തൊക്കെ പഠിപ്പിക്കുമെന്നാ പറഞ്ഞേ? ഡാൻസ്, പാട്ട്, മിമിക്രി, മോണാക്ട്, എന്തിനു പറയുന്ന പാട്ടും. മോഷണം പഠിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ നന്നായി. അപ്പൊ ഇവനെ ഞാൻ കൊണ്ടുപോവാ. സാറേ എന്റെ ഈ 2 കൈ ഒന്ന് വിടാവോ? എന്തിനാടാ? ഡാൻസ് കളിക്കാനാണ്? അല്ലല്ല, പിന്നെ ഇവർക്കൊന്ന് ടാറ്റ കൊടുക്കാനാ. എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? കലക്കില്ലേ? ഇനിയാണ് നമ്മളെ ഏറ്റവും ഫണ്ണുള്ള ഒരു ഏരിയ വരാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു ഗെയിം പിടിച്ചാലോ? അതെ, ഇതേപോലത്തെ വല്ലതും ആണോ? ഇതേപോലത്തെ അല്ല. ദുഷ്യന്തനും ശകുന്തളയൊന്നും ഇല്ലാത്ത. സുധീരേട്ടന് വേണ്ടിട്ട് നമ്മളൊരു പുതിയ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മള് ഗെയിം തുടങ്ങുകയല്ലേ? ഐശ്വര്യമായിട്ട് തുടങ്ങണം എന്ന് ഉള്ളത് കൊണ്ട് മിസ്റ്റർ സുധീർ കരമന എടുക്കുന്നു കേട്ടോ. ദിലീഷ് ഏട്ടൻ അഭിനയിച്ച് കാണിക്കുന്നു. ഡംഷറാജ് അഭിനയിച്ച് എല്ലാരും കാണിക്കും. ഞങ്ങൾ എല്ലാരും കാണിക്കും. നല്ലതാ. ഈസി ഈസി ഈസി. ബ്രാഹ്മൺ, വയറ്, ഗർഭിണി, സ്ത്രീ, ഗർഭിണി,
വയറുള്ള സ്ത്രീ. എനിക്ക് വേറൊന്നുമില്ല. വയറുള്ള സ്ത്രീ. ഞാൻ. കുഞ്ഞ്. കുഞ്ഞിലെ ഞാൻ. ഞാൻ വലുതായി. വലുതായി. അമ്മ. അമ്മ. ആ അമ്മയ്ക്ക് വയറ്റ് വേദന. അമ്മയ്ക്ക്. കറക്റ്റാണ് ചേട്ടാ, ആലോചിക്കണ കറക്റ്റാ. അത് തന്നെ അതന്നെ, അതന്നെ, അതന്നെ. അമ്മയ്ക്ക് തളർച്ച. അമ്മയ്ക്ക് വയ്യ. അല്ല ചേട്ടാ, അമ്മക്ക് പനി. അത് അടിപൊളിയാണ്. ഗർഭം. അമ്മയ്ക്ക് ഗർഭവേദന. ആ മോക്ക് വീണവായന. അടിപൊളി അടിപൊളി, കിട്ടി 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 കിട്ടി, കറക്റ്റാണ് കറക്റ്റാണ്. ഗർഭവേദന. താങ്ക് യു. നല്ലത്. ഇനി അടുത്തതായിട്ട് ദിലീഷ് ചേട്ടൻ എടുക്കുന്നു, സുധീരേട്ടൻ അഭിനയിക്കുന്നു. എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഏതെങ്കിലും എടുക്കാം. ആദ്യത്തെ മോളിത്തെടുത്തോളൂ. നമുക്ക് എല്ലാവർക്കും കാണിച്ചാലും ചേട്ടൻ നോക്കാൻ പാടില്ല. ചേട്ടനെ വെച്ച് ബാക്കി എല്ലാവർക്കും കാണാം. എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും. അതെ. ഞാൻ. ഞാൻ. ഞാനും നീ. ഞാനും നീ, നമ്മൾ തമ്മിൽ. നിങ്ങളും. നമ്മൾ തമ്മിൽ രണ്ടുപേരും ആക്ടേഴ്സാണ്, കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, വട്ടം വട്ടം പാലം. കൂട്ടുകാരാണ്, കൂടിച്ചേർന്ന് ഒരുമിച്ച്, കൂട്ടം ഒരുമിച്ച്, ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്ന് അവിടെ നിൽക്കട്ടെ. ഒരാളെ തല്ലിക്കൊന്നു. ഒരാളെ തല്ലി. ഇത്രയും പേരും കൂടെ ചേർന്ന് ഒരാളെ തല്ലിക്കൊന്നു. അരി ഇടിക്കുക, അരി ഇടിക്കുന്നു. ക്രൂരത. ഒലക്ക. ആ ആ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. അടിപൊളി അടിപൊളി അടിപൊളി, ചേട്ടാ സൂപ്പർ, അടിപൊളി, പെട്ടെന്ന് കിട്ടി. ഞാൻ പഴഞ്ചൊല്ലി ഭയങ്കര വിദഗ്ധൻ. നമ്മൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഒരാളെ തല്ലിക്കൊണ്ടുവന്നു. അല്ല ഇതിൽ പറയും ഇനി അഭിനയിക്കാനില്ല കേട്ടോ, മാക്സിമം ചെയ്ത് പക്ഷെ അസലായിട്ട് ചെയ്തു കേട്ടോ. കിടക്കാൻ വരെ കാണിച്ചു കളഞ്ഞു. കിടക്കാം. അത് വേണം. അപ്പൊ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. സുധീരേട്ടൻ എടുക്കുന്നു, ദിലീഷ് ചേട്ടൻ അഭിനയിക്കുന്നു. വീണ്ടും ഉണ്ട്. അതെ, വീണ്ടും വീണ്ടും ഇതിന് സമ്മാനമുണ്ടോ? ഉണ്ട്. ആ ഓക്കെ, ഇത് എനിക്ക് കാണാം അല്ലേ? എനിക്ക് കാണാം. ആ പാടായിരിക്കും കേട്ടോ. നോക്കാൻ പാടില്ല. എനിക്ക് അല്ല അല്ല, ചേട്ടൻ നോക്കാം. എന്റെ സോറി സോറി സോറി, ചേട്ടൻ നോക്കാം. ഓക്കെ. വെടി. സൗണ്ട് ഉണ്ടാക്കരുത്. വെടിവെക്കുന്നയാള്. മത്താപ്പ്. വെടിവെക്കുന്നയാള്. ചെണ്ട കൊട്ടുന്നയാള്. മദ്ദളം കൊട്ടുന്നയാള്. ഏടക്ക കൊട്ടുന്നയാള്. ഞാൻ ക്ലൂ കൊടുക്കട്ടെ? കൊടുക്കട്ടെ. അമ്പലം. ചെണ്ട, മൃദംഗം, ഇടയ്ക്ക. ഒരു ക്ലൂ തരൂ, ക്ലൂ തരൂ. ആ അതിന്റെ പേര് കിട്ടുന്നില്ല എനിക്ക്. സാധനം കിട്ടി. മനസ്സിലായി. ഉടുപ്പ്. ഉടുപ്പ്. ഉടുപ്പ് അല്ല, ഉടുക്ക. ഉടുക്കല്ല, കടുക്ക. അതിന് അടുത്ത് കൂടെ ഇട്ടോളൂ. അടുത്തുകൂടി ഇട്ടോളാം. ആ മനസ്സിലായി. വെടിവെക്കുന്ന ആൾ ഉടുക്ക കെട്ടിയാ പേടിക്കില്ല. വെടിവെക്കുന്ന ആളെ അതന്നെ എന്താണെന്ന് പിടികിട്ടി, പക്ഷെ അത് പറയാൻ കൃത്യം ആ പഴഞ്ചൊല്ല് കേട്ട് ഭയക്കില്ല. ഭയക്കില്ല. ഭയക്കില്ലെന്നാണോ? വെടിവെക്കുന്നയാള് ഉടുക്ക കൊട്ടുന്നത് കേട്ടാൽ ഭയക്കില്ല. ഭയക്കില്ല. ആ അത് കറക്റ്റാ. അത് കറക്റ്റ് അല്ലേ? ഇതില് വേറെ എന്താ ചെറിയ കറക്ഷൻസ് വരുന്നത്? എവിടെയാ
ചെറുതല്ലേ മീനിങ് ഇതല്ലേ? അല്ല മീനിങ് കണ്ടന്റ് കറക്റ്റാ. മീനിങ് കറക്റ്റാണ്. ആദ്യം പറഞ്ഞ കറക്റ്റ് അല്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞ കറക്റ്റാണ്. ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല. അതെ, വെടികെട്ടുകാരനെ ഉടുക്ക കൊട്ടി പേടിപ്പിക്കൽ. പേടിപ്പിക്കല്ലേ? വെടിക്കെട്ടുകാരനെ കൂട്ടി പേടിപ്പിക്കും. ഞാനും ആദ്യമായിട്ട് കേൾക്കാം ഈ പഴഞ്ചൊല്ല് സത്യം പറഞ്ഞാൽ. ഈ പഴഞ്ചൊല്ല് ആദ്യമായിട്ട് കേൾക്കുകയാണ്. കേരളത്തിൽ ഇവിടെ അല്ലായിരുന്നു കേരളത്തിലല്ല. അതാണ് അല്ല ഇത് പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്തത് വീണ്ടും അടുത്തത് അല്ല ദിലീഷ് ചേട്ടൻ തിരിച്ച് ഞാൻ ദിലീഷ് ചേട്ടൻ എടുക്കുന്നു, സുധീർ ഏട്ടൻ അഭിനയിക്കുന്നു. സുധീരേട്ടൻ അഭിനയിക്കുന്നില്ല. നോക്കരുത് ചേട്ടൻ, ഞാൻ നോക്കരുത്, നോക്കരുത്. ബാക്കി എല്ലാവരും. Yes. വീണ്ടും ദിലീഷ് ചേട്ടൻ എടുക്കുന്നു, സുധീർ ഏട്ടൻ വീണ്ടും അഭിനയിക്കുന്നു. എല്ലാരും കാണിക്കൂ ചേട്ടൻ. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. വെരി ഈസി. മമ്മട്ടി കൂടം ചുറ്റിക അടിച്ച് തല പൊളിക്കും. കമ്പി കൂടം തൂമ്പ കമ്പിപ്പാര കമ്പി കൂടം അങ്ങനെ ശവല് ഒരു പിടിയും കിട്ടുന്നില്ലോ. പിടി ഞാൻ പിടിക്കാഞ്ഞിട്ടാ. മണ്ണ് കുടം 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 മരം വെട്ടുകാരൻ കുടം കുടം ടം കുടം കുടം രണ്ടാമത്തെ വാക്കാണ്. ഈ ഒന്നാമത്താണ് നമുക്ക് അറിയേണ്ടത്. ആദ്യത്താണ് പിക്കാസ്. കമ്പി കുത്തി കല്ലിളക്കി പാറമട കുടത്തിൽ കൊണ്ട് വയ്ക്കരുത്. കുട ഉടയ്ക്കരുത് എന്ന് പറയുന്ന സാധനമാണോ? ഇടുങ്ങിയ മോന്ത കിട്ടും. കുന്തം കുന്തം കുടം ഏറെക്കുറെ മാനത്തേക്ക് എറിയുമ്പോ മാനം പൊളിഞ്ഞു. കുന്തം കുന്തമെറിഞ്ഞ് അതങ്ങ് പോയി അങ്ങോട്ട്. അയ്യോ കിട്ടി എളുപ്പമാണ്. കുന്തം ആദ്യത്തേത് കുന്തം. കുന്തം എറിഞ്ഞ് എന്തേലും കുന്തം. ഓക്കേ, കുന്തം പോയാ കുടത്തിൽ തപ്പണം. ഞാൻ വേർത്ത് പോയി കണ്ടോ, സത്യമായിട്ടും വേർത്ത്. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങിപ്പോകും പെണ്ണെ പൂമിഴിയാളെ മലർമിഴിയാളെ ഒരു മണിമണ്ഡപത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ എന്താ പരിപാടി? എന്താ സൈക്കിൾ യജ്ഞാണോ? വിഷ്ണു ലോകത്തിലെ ജഗദീഷ് ചേട്ടന്റെ ലൈനില് ഒരു കത്തുണ്ട്. എനിക്കാ? അതിനെന്തിനാ ഇത്ര നാണിക്കുന്നേ? അയ്യോ, ഞാൻ കോളേജിൽ ലെറ്റർ കൊടുക്കുന്ന ചിന്തിച്ചു പോയി. പോസ്റ്റ്മാനായ അറിഞ്ഞില്ല കേട്ടോ. പഴയ ഓർമ്മയില. എന്താണ് ഞാൻ സൈക്കിൾ എടുത്ത് തിന്നു വന്ന പെണ്ണ് ദിനേഷ് അല്ലേ? ദിലീഷ് പോത്തൻ. അത് പറ സാറേ, എവിടെല്ലാം തിരക്കണം. സാറിന്റെ ആദ്യത്തെ പടം ഞാൻ കണ്ടു, എന്തോ രസമായിരുന്നു. നല്ല പടം ചെയ്യുന്ന സാർ ഇങ്ങനെ ചെയ്യണം അല്ലേ? പോത്തൻ ബാവ നല്ല കിടിലം പടമായിരുന്നു. പോത്തൻ ബാവ അങ്ങനെ അല്ല, ഞാൻ ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ആ പടം ചെയ്ത ശേഷമല്ലേ സാർ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വന്നത്? ദൈവമേ, എല്ലാ പോത്തന്മാരുടെ ഉത്തരവാദിത്തം ഞാൻ ഏക്കണം. അറിഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല, നീ എന്താ ഞാൻ കൈയടിക്കുന്നത്? ഒന്ന് എൻ്റെ കൂടെ നിൽക്കണം, എല്ലാവരും കൂടെ നിൽക്കണം. അത് ഞാൻ പറഞ്ഞേ സാറേ, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ സാറിന് കുറെ കത്തുണ്ടായിരുന്നു, എഴുത്തുണ്ടായിരുന്നു. അങ്ങനെ സാറിനെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ അവിടെ വീട് കഥ വിട്ടേക്കുന്നു. ഒരു തിരക്കുള്ള മനുഷ്യനില്ലയോ? അങ്ങനെ അന്വേഷിച്ച് കറങ്ങി തമ്മിൽ ലൊക്കേഷനിൽ സാറിന്റെ ചേട്ടൻ നിൽക്കുന്നു. ചേട്ടൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോണേ. എനിക്ക് ചേട്ടനില്ല. അല്ല, ചേട്ടന്മാരുണ്ടാവും. സ്വന്തം ചേട്ടൻ എന്ന് പറയാൻ അങ്ങനെ സ്വന്തം ചേട്ടൻ ഞാൻ ലൊക്കേഷൻ വെച്ചോണ്ട് ചേട്ടനെ കൊടുത്തിട്ടുണ്ട്. പ്രതാപോത്തൻ കക്ഷിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് വിവരം അറിയും. മേടിച്ചോ സർവീസ് ഇപ്പൊ 5 കൊല്ലമേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാൻ പറയല്ലേ, സുധീഷ് സാറല്ലയോ? ഈ പ്രായത്തില് ജയന്റെ കൂടെ കരിമ്പനയ്ക്കകത്ത് അഭിനയിച്ച സാറായി നിൽക്കുന്നത്. ഈ പ്രായത്തിൽ നിക്കറ പോലും ഇല്ലാതെ പിള്ളേർ ഓടി നടന്നു തന്നെ. ആര് പറഞ്ഞു? അങ്ങനല്ലയോ സുധീഷ് കരിമ്പന അല്ലേ? കരമനയാണ്. ആദ്യം കരപ്പനും ചൊറിയൊക്കെ വന്നായിരുന്നു, അതൊക്കെ മാറിയിട്ട് സുധീഷ് കരമനയായി. സത്യം പറഞ്ഞാ കണ്ടോ, സുധീഷ് കരമനെ നല്ല ഇടുന്നത്. ഈ ഹൈറ്റും പറ്റി നോക്കുമ്പോഴത്തേന് സുധീഷ് കൊടിമരം എന്നായിരിക്കും നല്ലത്. അതെ, ഇത്ര പക്ഷേ അത് വേണ്ട സാറേ. അതെ സാർ, നിങ്ങൾക്കൊക്കെ ഇപ്പൊ സുധീഷ് കരമന എല്ലാ ലോകം മൊത്തം അറിയുന്ന പേരാ. വിനയ് ഫോർട്ട്, അതിനൊക്കെ തന്നെ സാറ് അല്ലേ, ദിലീഷ് പോത്തൻ. പക്ഷെ ഞങ്ങൾക്ക് ഈ പോസ്റ്റ് ഓഫീസുകാർക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പേരില്ല. എല്ലാം കലഞ്ഞ് കിടക്കുക, ഓർഡറില്ല. ആ സാറേ, ഞാൻ ചോദിച്ചോട്ടെ, ഈ പോസ്റ്റ് കയറുന്നവർക്ക് ഇട്ടേക്കുന്ന പേരെന്തുവാ?
ലൈൻമാൻ. ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ലെറ്റർ കൊണ്ട് കൊടുക്കുന്ന ഞാൻ ഒരു ലൈനിൽ പോകുന്നത് എന്നെ ലൈൻ അടിക്കാൻ ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇട്ടേക്കുന്ന പേര് പോസ്റ്റ്മാൻ. അല്ല എന്താ ഓർഡർ ഉണ്ട് സാറേ? അതും പോട്ട് നമ്മുടെ ഓഫീസിൽ ചെല്ലുന്നു, ഒരു ഫയൽ ചോദിക്കുന്നു, ഈ ഫയൽ എടുത്തോണ്ട് വരുന്ന പേരെന്ത് ഇട്ടേക്കുന്നത് ഓഫീസിൽ? പിയൂൺ. എന്ത് ബന്ധമുണ്ട്? ഈ ഫയൽ എടുത്തോണ്ട് കൊടുക്കുന്ന സത്യത്തിൽ ഇടേണ്ട പേരെന്തുവാ? ഫയൽമാൻ. മനസ്സിലായോ? വേറെ കാര്യമുണ്ട്, രജനീകാന്തിന്റെ പടം ഇറങ്ങിക്കോട്ടെ, പക്ഷെ നമ്മളെ മലയാളിയൊക്കെ തോന്നിയില്ല സാറേ. ഞങ്ങൾ ഈ തപാല പീസുകാരെ വെച്ചോട്ട് സിനിമ ഇറക്കാൻ മലയാളിയൊക്കെ തോന്നിയില്ല. പക്ഷേ രജനീകാന്തിന്റെ പടം ഇപ്പൊ വരുന്നുണ്ട്, ഞങ്ങൾ തപാലിയാരെ വെച്ചിട്ട് പടം പോസ്റ്റ്മാനല്ല, തപാലി. തപാലിയല്ല പിന്നെ എന്റെ പൊന്ന് ചേച്ചി, അത് കബാലിയാണ്. കബാലായാലും സുൽമാൻ ഇറക്കിയാലും ഞങ്ങളെ വെച്ചാ ഇറക്കിയേക്കുന്നത്. നല്ല പടവാ, കാണണം, നല്ല കിടിലം പടവാ. ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ ജോലി കിട്ടിയേ? ഞങ്ങൾക്കോ? ടെസ്റ്റ് എഴുതിയിട്ടാണോ അതോ വേറെ വഴിയല്ലോ ഉണ്ടോ? ടെസ്റ്റ് എഴുതിയിട്ടല്ല, ചോദിച്ചത് നന്നായി, കത്ത് എഴുതിയിട്ട് കിട്ടിയതാ. എന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ 16 പേജ് എടുത്ത് വെച്ച് കാർബൺ പേപ്പർ വെച്ച് എഴുതി പിള്ളേർക്ക് പേര് മാത്രം മാറ്റി ഇട്ട് കൊടുത്താൽ മതിയില്ല. അപ്പോഴേ സാറ് പറഞ്ഞ് നിനക്ക് കത്തിന്റെ പണി ആയിരിക്കും എന്ന്. സാറ് ശപിച്ചതുപോലെ എനിക്ക് പോസ്റ്റ് ഓഫീസ് ജോലിയും കിട്ടി കേട്ടോ. ഒന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, എല്ലാ മഹാമാരം വെച്ച് സ്റ്റാമ്പ് ഇറക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ എന്റെ പടം വെച്ചിട്ട് സ്റ്റാമ്പ് ഇറക്കാൻ പറ്റും? ആരെ പടം വെച്ച് വെള്ളം ഇറക്കാം, പക്ഷെ തൊണ്ടയ്ക്കരുത്, ഒട്ടരുത്, വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ തിന്നുന്ന സമയത്ത്. ആണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റാമ്പിൽ ഫോട്ടോ ഇല്ലേ, നമ്മളൊക്കെ നാളെ മരിച്ചു പോകും, സ്റ്റാമ്പിലൊക്കെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സ്റ്റാമ്പ് ഇറക്കാൻ കുറച്ച് പൈസ ഒക്കെ ചെലവാക്കി അടക്കൂ. സ്റ്റാമ്പ് അടിക്കാൻ കൊണ്ടുവരാൻ വീട്ടിൽ വെക്കാം, പക്ഷെ ഒട്ടത്തില്ല. എന്താ കാര്യം? സ്ലിപ്പ് ചെയ്യും. ഇതെങ്ങനെ തുപ്പലേക്ക് ഒട്ടിക്കൊന്നായി പറയുന്നേ? സാർ എന്ത് വർത്താനായി പറയുന്നേ? വിഷമിപ്പിക്കല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കാൻ. സ്റ്റാമ്പ് ശേഖരണമുണ്ടോ? സ്റ്റാമ്പ് സാറിന് ശേഖരണം ഉണ്ടായിരുന്നു. സാറിനുണ്ടായിരുന്നോ സ്റ്റാമ്പ് ശേഖരിക്കായിരുന്നു? ഞാനും ഉണ്ടായിരുന്നു, ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൊച്ചിലെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. ആണല്ലേ? ഒരുപാട് കളക്ഷൻ ഉണ്ട്. ചേച്ചിക്ക് ഉണ്ടായിരുന്നു? എനിക്ക് ജോലി കിട്ടിയതിനു ശേഷം ഞാൻ കളക്ട് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ സ്റ്റാമ്പെല്ലാം വീട്ടിൽ കൊണ്ടുവച്ച് 6 മാസത്തേക്ക് സസ്പെൻഷൻ എഴുതി തന്ന്. പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പിൽ എനിക്കറിയാമോ അത്, അങ്ങനെ അത് കൊണ്ടുവച്ച്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമ്മളിപ്പോൾ മണി ഓർഡറൊക്കെ നിങ്ങൾക്ക് സാറേ അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ മണി ഓർഡറിന്റെ കാര്യം പറയാനല്ലേ. സാധാരണ നമുക്ക് മണി ഓർഡർ അത്യാവശ്യം അയച്ചു കൊടുക്കാം, നമ്മൾ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല സാറേ. കറക്റ്റ് എന്റെ മണി ഓർഡർ തരും, 1 മാസം 1.5 മാസത്തിൽ ഞാൻ അവരെ വീട്ടിൽ എത്തിക്കും. 1 മാസം 1.5 മാസത്തിൽ അവരെ വീട്ടിൽ എത്തിക്കും. ഇനി 1.5 മാസം അല്ല, അതിടത്തില്ല ഞാൻ ഈ പലിശക്ക് കൊടുക്കുന്നതേ. അതിന്റെ ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോകാമല്ലോ. പണി പോകൂട്ടോ. ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ സാറേ ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ പണിയൊന്നുമില്ല, വെറുതെ കുത്തിയിരിക്കുക അവിടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോ ആ സീലടിക്കുന്ന ശബ്ദമില്ലേ? ഏത്? ആ സീലടിക്കുന്ന ശബ്ദം. അതല്ല, ഇതല്ലേ സാർ ഉദ്ദേശിച്ചത്? ഇത് സീലടിച്ചതല്ല. ഞങ്ങളെ പോസ്റ്റ് മാസ്റ്ററെ കാണണം. കക്ഷി മുറുക്കാനിരിക്കുന്നതാ കല്ലിനകത്ത് വെച്ച് മുറിക്ക ഒലിച്ച് ഇവിടെ പൊട്ടി ഒലിച്ചിരിക്കുക. പിന്നെ ആണല്ല പെണ്ണ് പോ. അയ്യോ സാറേ, സാറിനൊരു കത്തുണ്ട് കേട്ടോ. എനിക്കോ? പിന്നെ ക്ലഫിന്ന് വന്നതാ. ആണോ? പിന്നെ എന്റെ കൂട്ടുകാരൻ വിൻസ്റ്റൻ ഡിക്കൂഞ്ഞ. എന്റെ പൊട്ടിച്ചേ? അല്ല സാർ ഞാനിപ്പോ ഇവരെ പൊട്ടിക്കും. ഞാൻ പൊട്ടിക്കാൻ പാടില്ലല്ലോ. ഞാൻ പൊട്ടിച്ചേ. എനിക്ക് വന്ന കത്താണ്, എന്റെ സുഹൃത്തുക്കളാണ്, അവർ ചോദിക്കാൻ അവകാശമില്ല. അവൻ പൊട്ടിച്ച വായിച്ച ശേഷം എന്റെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അവല്ല പറയുന്നത്, ഞാൻ വായിക്കാം സാറേ, കുഴപ്പമില്ല. ഫോൺ ചെയ്ത് പറയാന്ന് വിചാരിച്ചാൽ ഞാൻ പൊട്ടിച്ചത്. ആണോ? എന്നാലും ഞാൻ വായിക്കാം. കൂട്ടുകാരൻ ഇങ്ങനെ വേണം, കൂട്ടുകാരുണ്ടോ? എന്ത് രസമായിട്ടാണ് എഴുതിയേക്കുന്നത്. ഞങ്ങൾ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാ. ആണല്ലേ? പുള്ളിപ്പോ കുവൈറ്റിലാണ്. വിൻസ്റ്റൻ ഡിക്കൂഞ്ഞ. നല്ല പേരാ. മോനെ ദുബായ് കത്തിന്റെ മ്യൂസിക് ഇട്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ വിനയ് പോർത്തൊന്നു വായിക്കുവാൻ സ്വന്തം ഫ്രണ്ട് എഴുതുന്നതെന്തെന്നാലേറെ അരിശത്തിൽ ചൊല്ലിടുന്നു പകയാ. അടുത്ത സുഹൃത്താണ്. ആണല്ലേ? ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സുഹൃത്താണ്. നല്ല സുഹൃത്താ. നൊസ്റ്റാൾജിയാണല്ലോ കത്തില്. ഇപ്പൊ മെയിലിറക്കാം, വാട്സപ്പ് ചെയ്യാം, പക്ഷെ അവനാ ചെയ്യില്ല. ഇത് സ്നേഹമാണ്, ഇത് ഓർമ്മകളാണിത്. വിനീനെ പുകഴ്ത്തിയിട്ട് വിനീയുടെ ഫ്രണ്ട് എന്തോ മൊത്തത്തിൽ എല്ലാരെയും പൊക്കി അടിക്കാൻ വേണ്ടി എഴുതിയേക്കണം. മനസ്സിന്നാണ് വന്നതാ സംഭവം, കേട്ടോണം. ഉടനടി അറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്? എന്റെ അടുത്താണെങ്കിൽ ചകളയ്ക്കു കുത്തിയന്, നാശം പിടിക്കാനായി ലീവൊന്നും കിട്ടൂല. എങ്ങനൂറക്കം വരും, തെറി പറയാതെ എങ്ങനൂറക്കം വരും? ഇനിയെങ്കിലും നിർത്തിയിട്ടു പോകയാ. നല്ല കിട കൂട്ടുകാരൻ കേട്ടോ. ഇത് കത്തുപാട്ടല്ല, ഇത് കുത്തുപാട്ടാണ്. എന്നെ കുത്താൻ വേണ്ടി ഈ ചേച്ചി ചെയ്ത ഒരു പരിപാടിയാണ്.
വണ്ടി എടുത്ത് വിട്ടോ, കണ്ടുപോകരുത്. കുത്തുപാട്ടും കൊണ്ട് ഇറങ്ങിയേക്കാ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് നീ പുറത്തിറങ്ങിയതാ കേട്ടോ. ഒറ്റ ഒരുത്തനാ കാരണം കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അകത്ത് കയറ്റി വിടുന്നത്. ചേട്ടാ, അപ്പോൾ ചില ഗസ്റ്റുകൾ ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ടൈം പോകുന്ന നമ്മളറിയില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും കാണുന്ന ആളുകൾക്കും. അപ്പം അങ്ങനെ ഒരു എപ്പിസോഡായിരുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഗപ്പി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് അഭിനേതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ രസകരമായ പ്രമേയമാണ് ആ സിനിമയിലൂടെ സംവിധായകൻ ജോൺ പോൾ E4 എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ശ്രീ ഗിരീഷിൻ്റെ ക്യാമറയിലൂടെ വളരെ രസകരമായ വിഷ്വൽസാണ് ഗപ്പിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ചേതൻ ആണ് അതിനകത്ത് ഗപ്പി എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ക്യാരക്ടർ ടൊവിനോ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ശ്രീനിയേട്ടൻ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ദിലീഷ് പോത്തൻ അദ്ദേഹം ചെയ്യുന്നു, അലൻഷിയർ ചെയ്യുന്നു, സുധീരേട്ടൻ ചെയ്യുന്നു, ഞാൻ അതിനകത്തൊരു വേഷം ചെയ്യുന്നുണ്ട്, രോഹിണി ചേച്ചി അതിനകത്തൊരു നല്ലൊരു കഥാപാത്രത്തെ ചെയ്യുന്നു, തുടങ്ങി നോബിയുണ്ട്. രസകരമായ മുഹൂർത്തങ്ങളും എല്ലാം കോർത്തിണങ്ങിയ ഒരു സിനിമയാണ്. നിങ്ങളും അത് കണ്ട് അതിനെ വിജയിപ്പിക്കണം. ബാക്കി അതിലെ പ്രധാന ഒരു കഥാപാത്രം അഭിനയിച്ച വില്ലേജ് ഓഫീസർ തന്നെ പറയട്ടെ. എനിക്ക് ഗപ്പിയെക്കുറിച്ചല്ല, ഡീറ്റെയിൽസൊക്കെ സുധീരേട്ടൻ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഗപ്പി കഥ കേട്ടപ്പോഴും അഭിനയിച്ചപ്പോഴും ഡബ് ചെയ്തപ്പോഴും ഇപ്പോൾ ഈ പ്രൊമോഷന് വേണ്ടി ഇവിടെ വരുമ്പോഴൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടും അത് വളരെ ഇഷ്ടപ്പെട്ടിട്ടും തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസമാണ് ഗപ്പി നിങ്ങൾക്കൊക്കെ അതുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്നാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ തിയേറ്ററിൽ പോയിട്ട് ഗപ്പി എന്ന് പറയുന്ന സിനിമ കണ്ടു നോക്കുക, ഉറപ്പായിട്ടും വിജയിപ്പിക്കുക. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക് ജില്ലയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. ബൈ ബൈ. Yeah.